Today, I am going to discuss about Nelson Mandela's autobiography, Long Walk to Freedom. ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന നെൽസൺ മണ്ടേലൻ്റെ ഓട്ടോബയോഗ്രഫിയിലെ ലാസ്റ്റ് പേജസ്, അതായത് ലാസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് പേജസ് മാത്രമാണ് സിലബസിൽ പഠിക്കാനുള്ളത്. സോ ആദ്യം തന്നെ നെൽസൺ മണ്ടേലനെ പറ്റിയാണ്. നെൽസൺ മണ്ടേല നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ആദ്യം സൗത്ത് ആഫ്രിക്കൻ ആൻറ്റി അപ്പാർത്തീഡ് റവല്യൂഷണറി പൊളിറ്റിക്കൽ ലീഡറായിട്ട് പ്രവർത്തിച്ചു. അതിനുശേഷം സൗത്ത് ആഫ്രിക്കയുടെ ഫസ്റ്റ് ബ്ലാക്ക് പ്രസിഡൻറ്റ് എന്ന രീതിയിൽ വന്ന ഒരാളാണ്. ആദ്യമേ അപ്പാർത്തീഡ് എന്താണെന്ന് പറയാം. അപ്പാർത്തീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഷ്യൽ സെഗ്രിഗേഷനാണ്, ഒരു വിവേചനം, വർണ്ണവിവേചനം. സൗത്ത് ആഫ്രിക്കയിൽ എക്സിസ്റ്റ് ചെയ്ത ഒരു റേഷ്യൽ സെഗ്രിഗേഷനാണ് ഈ അപ്പാർത്തീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെതിരെ ആൻറ്റി അപ്പാർത്തീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു സൗത്ത് ആഫ്രിക്കൻ റവല്യൂഷണറി പൊളിറ്റിക്കൽ ലീഡർ. ആദ്യം നെൽസൺ മണ്ടേല ആ രീതിയിലാണ് പ്രവർത്തിച്ചത്. അതിനുശേഷം 1994 തൊട്ടിട്ട് 1999 വരെ സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡൻറ്റ് എന്ന രീതിയിൽ ഫസ്റ്റ് ബ്ലാക്ക് പ്രസിഡൻ്റ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരാളാണ്. സോ ആ ഒരു പ്രസിഡൻസിക്ക് മുമ്പ് മെയിനായിട്ടും ANC, അതായത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്, അതിൽ പ്രവർത്തിച്ചിരുന്നു. അതിൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ റേഷ്യൽ സെഗ്രിഗേഷനെതിരെ ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ്. പിന്നീട് നെൽസൺ മണ്ടേലനെ ജയിലിലാക്കുകയാണ്. 27 വർഷം ജയിലിൽ കഴിഞ്ഞിരുന്നു. അങ്ങനെ 27 വർഷത്തിന് ശേഷം റിലീസാവുകയാണ്. അതിനുശേഷം അപ്പാർത്തീഡ് പൂർണ്ണമായിട്ടും അവിടെ ഇല്ലാതാക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ പിന്നീട് അവിടെ വന്നു എന്നാണ് പറയുന്നത്. സോ ലോങ് വാക്ക് ടു ഫ്രീഡം, അതിലെ ചാപ്റ്റർ 10 ലാസ്റ്റ് 2 പേജസ് ആണ് നിങ്ങളുടെ സിലബസിലുള്ളത്. അപ്പോൾ ലോങ് വാക്ക് ടു ഫ്രീഡം ആസ് എ ഹോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നെൽസൺ മണ്ടേലയുടെ ഓട്ടോബയോഗ്രഫിയാണ്. ആ ഒരു ആസ് എ ഹോൾ ആ ഒരു ബുക്കിനകത്ത് മൊത്തത്തിലുള്ളത് ഏർലി ലൈഫ്, പിന്നെ നെൽസൺ മണ്ടേലൻ്റെ എഡ്യൂക്കേഷൻ, പിന്നെ 27 ഇയേഴ്സ് പ്രിസണിൽ ഉണ്ടായിരുന്ന ആ ഒരു ടൈമുണ്ട്, അതേപോലെ റിലീസ് ഉണ്ട്. അങ്ങനത്തെ മേജർ ഇഷ്യൂസ് എല്ലാം തന്നെ നെൽസൺ മണ്ടേലയുടെ ഓട്ടോബയോഗ്രഫിയിൽ വന്നിട്ടുണ്ട്. സോ ഇവിടെ ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ഓഫ് ദിസ് ബുക്ക്, അതിൽ മെയിനായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ANC, അതായത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്, അതിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈമും ആൻറ്റി അപ്പാർത്തീഡിനെതിരെ സമരം ചെയ്തത്, അതേപോലെ ജയിലിലകപ്പെട്ടത്, പിന്നെ റിലീസ് ഫ്രം പ്രിസൺ, പിന്നെ അതേപോലെ തന്നെ ഹി ബിക്കെയിം സൗത്ത് ആഫ്രിക്കാസ് ഫസ്റ്റ് ബ്ലാക്ക് പ്രസിഡൻറ്റ്. അപ്പോൾ ആ ഒരു ജേണി, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലാസ്റ്റ് ചാപ്റ്റേഴ്സിൽ നമുക്ക് കാണാനായിട്ടുള്ളത്. സോ ടെക്സ്റ്റ് ഇൻ ഡീറ്റെയിൽഡ് സമ്മറിയിലേക്ക് പോവാം. ഓൺ February 2, 1990, സൗത്ത് ആഫ്രിക്കൻ പ്രസിഡൻറ്റ് FW de Klerk, KLERK ആണ്, FW de Klerk stood before the parliament and delivered a historic speech that marked the beginning of the end of apartheid. അപ്പോൾ February 2, 1990 സൗത്ത് ആഫ്രിക്കൻ പ്രസിഡൻ്റ് ആയിട്ടുള്ള FW de Klerk അവരെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ പാർലമെൻറ്റിൽ ഒരു ഹിസ്റ്റോറിക് സ്പീച്ച് നടത്തുകയാണ്. ആ ഒരു സ്പീച്ച് മെയിനായിട്ടും ആഫ്രിക്കയിൽ അപ്പാർത്തീഡിൻ്റെ എൻഡിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യമാണ്. അപ്പോൾ അപ്പാർത്തീഡ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റേഷ്യൽ സെഗ്രിഗേഷനാണ്. സൗത്ത് ആഫ്രിക്കയിലും സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു റേഷ്യൽ സെഗ്രിഗേഷനാണ്. അതൊരു 1948 ടൈം തൊട്ടിട്ട് 1990s ഒക്കെ വരെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ മിസ്റ്റർ ഡി ക്ലർക്ക് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കൻ പൊളിറ്റീഷ്യനായിരുന്നു. അതിനുശേഷം സൗത്ത് ആഫ്രിക്കൻ പ്രസിഡൻറ്റ് ആയി 1989 തൊട്ടിട്ട് 1994 വരെ. ഓക്കെ, അതിനുശേഷം 1994 തൊട്ടിട്ട് 1996 വരെ അവിടെ ഡെപ്യൂട്ടി പ്രസിഡൻ്റ് ആയിരുന്നു.
അപ്പോൾ FW ക്ലർക്കിൻ്റെ ഓപ്പണിംഗ് സ്പീച്ചിൽ പാർലമെൻറ്റിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറേ പോയിൻറ്റ്സ് ആയിട്ടാണ് ഞാനത് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാർത്തൈഡിൻ്റെ എൻഡിലേക്ക് ലീഡ് ചെയ്തു. അതെന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഒന്നാമത്തത് അൺബാനിങ് ഓഫ് ദ ലിബറേഷൻ മൂവ്മെൻറ്റ്സ്. അപ്പോൾ ആദ്യം അവിടെ കുറച്ച് ലിബറേഷൻ മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതായത് ഈ വർണ്ണ വിവേചനത്തിനൊക്കെ എതിരെ പോരാടിക്കൊണ്ടിരുന്ന കുറച്ച് ഓർഗനൈസേഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിനെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതവിടെ ഉണ്ടാവാൻ പാടില്ല. ആ ലിബറേഷൻ മൂവ്മെൻറ്റ്സിനെയൊക്കെ അവിടെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പിന്നെയും കൊണ്ടുവരിക. അതാണ് ഒന്നാമത്തെ അനൗൺസ്മെൻറ്റ്, അൺബാനിങ് ഓഫ് ദ ലിബറേഷൻ മൂവ്മെൻറ്റ്സ്. അതിൽ കുറച്ച് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ ലിബറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ANC എന്ന് പറയും. അത് ഞാൻ ബ്രാക്കറ്റിൽ അതിൻ്റെ ഷോർട്ട് ഫോം കൊടുത്തിട്ടില്ല, ANC. രണ്ടാമത്തേതാണ് പാൻ ആഫ്രിക്കനിസ്റ്റ് കോൺഗ്രസ്, അതായത് PAC. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി SACP. അതൊക്കെ പിന്നെയും ലീഗലൈസ്ഡ് ആയിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് എന്നുള്ള രീതിയിൽ വരികയാണ്. These organizations had been banned for decades due to their resistance to apartheid. അപ്പം ഈ ഓർഗനൈസേഷൻസൊക്കെ ANC, PAC, SACP ഇതെല്ലാം തന്നെ അപ്പാർത്തൈഡ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരികയാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തേതാണ് നെൽസൺ മണ്ടേലാസ് റിലീസ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നെൽസൺ മണ്ടേല 27 വർഷമായിട്ട് ജയിലിലകപ്പെട്ട് കഴിയുകയാണ്. അപ്പം ഇതേപോലെയുള്ള സ്ട്രഗിൾസൊക്കെ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് നെൽസൺ മണ്ടേല ഉള്ള ലീഡേഴ്സിനെയൊക്കെ അന്ന് ജയിലിലിട്ടത്. അപ്പം നെൽസൺ മണ്ടേലേൻ്റെ റിലീസാണ് സെക്കൻഡ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആഫ്രിക്ക റൂൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് മൈനോറിറ്റി ആയിരുന്നു. ഓക്കെ, അപ്പം വൈറ്റ് മൈനോറിറ്റി റൂൾ എന്ന് പറയുമ്പോൾ അവിടെ അപ്പാർത്തൈഡ് ഉണ്ട് എന്നർത്ഥം. അപ്പോൾ അതിനെതിരെ നെൽസൺ മണ്ടേല, അതായത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലീഡറായിരുന്നു, അവർ സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെയുള്ളവരെയൊക്കെ അവിടെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ വൈറ്റ് മൈനോറിറ്റീസിൻ്റെ കീഴിലായിരുന്നു ആ സമയത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത്. അപ്പം ഇവർക്ക് അവിടെ റോൾ ഉണ്ടായിരുന്നില്ല. ഇവർ മേജർ ലീഡേഴ്സ് ആണെങ്കിൽ കൂടി ഇവർക്ക് അവിടെ റോൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ അപ്പാർത്തൈഡിൻ്റെ ഒരു എൻഡിങ് ടൈം എന്ന് പറയുന്നത് ആ സമയത്ത് അവിടെ പ്രസിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നത് ഈ ഡി ക്ലാർക്ക് ആയിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞത്. അവരൊരു വൈറ്റ് അതോറിറ്റിയിൽ പെടുന്നതാണ്. പക്ഷേ ഈ ഡി ക്ലാർക്കിന് ഒരു ആഫ്രിക്കൻ ആൻസിസ്ട്രി ഉണ്ട്. ശരിക്കും ഒരു ഡച്ച് ആഫ്രിക്കാനർ ഡെസൻ്റാണ്. ഓക്കെ, ഡച്ച് പോർച്ചുഗീസ് കണക്ട് ചെയ്യുന്ന അതാണ് ഡച്ച് എന്ന് പറയുന്നത്. ഡച്ച് ആഫ്രിക്കാനർ ഡെസൻ്റാണ് ഡി ക്ലർക്കിൻ്റേത്. അപ്പം ആദ്യം ആ ഒരു സമയത്ത് സൗത്ത് ആഫ്രിക്കൻ പ്രസിഡൻ്റായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് അപ്പാർത്തൈഡിനെ സപ്പോർട്ട് ചെയ്ത ആളായിരുന്നു. പിന്നീട് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഡി ക്ലർക്കിനെ മാറി ചിന്തിക്കാനായിട്ട്. അങ്ങനെ അവിടെ അപ്പാർത്തൈഡൊക്കെ ഒഴിവാക്കി ഈ ബ്ലാക്സിനൊക്കെ ഒരു മേജർ റോള് കൊടുക്കുക എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് ഡി ക്ലർക്ക് വരികയാണ്. അങ്ങനെയാണ് ഡി ക്ലർക്കാണ് ഈ അപ്പാർത്തൈഡ് ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും അവസാനത്തെ ഒരു പ്രസിഡൻ്റ് എന്ന് പറയുന്നത്. പിന്നീട് അവിടെ അപ്പാർത്തൈഡ് ഇല്ലാതാവാണ്. നെൽസൺ മണ്ടേല ഉൾപ്പെടെയുള്ളവരെ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ ഡി ക്ലർക്കിൻ്റെ സെക്കൻഡ് ഡിക്ലറേഷനാണ് റിലീസ് ഓഫ് നെൽസൺ മണ്ടേല. 27 വർഷമായിട്ട് ഇംപ്രിസൺഡ് ആയിട്ടുണ്ടായിരുന്ന നെൽസൺ മണ്ടേല ഉൾപ്പെടെയുള്ള ലീഡേഴ്സ് ആൾക്കാരെയൊക്കെ റിലീസ് ചെയ്യും എന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ ഒരു പോയിൻ്റ് പാർലമെൻറ്റിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് ഓഫ് അപ്പാർത്തൈഡ് ലോസ് ആണ്. ഒരുപാട് ലോസ് ഉണ്ടായിരുന്നു. അതായത് അപ്പാർത്തൈഡ് സിസ്റ്റത്തിൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഒരുപാട് ലോസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇല്ലാതാക്കാൻ പോവുകയാണ്. അപ്പോൾ ഡി ക്ലർക്ക് പ്രോമിസ് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാർത്തൈഡ് ലോസ്, ഇതുവരെ റേഷ്യൽ സെഗ്രിഗേഷൻ നിലനിർത്തിക്കൊണ്ട് പോന്നിരുന്ന എല്ലാ റൂൾസും ഇനി തൊട്ട് ഇല്ല എന്നത്. പിന്നെ നാലാമത്തത് നെഗോഷിയേഷൻസ് ഫോർ എ ഡെമോക്രാറ്റിക് ഫ്യൂച്ചർ. ഒരു ആഫ്രിക്കൻ ഡെമോക്രസീൻ്റെ ഒരു സാധ്യത അവിടെ കാണുകയാണ്. ഹി കോൾഡ് ഫോർ നെഗോഷിയേഷൻസ് ബിറ്റ്വീൻ
ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് ടു ക്രിയേറ്റ് ന്യൂ ഡെമോക്രാറ്റിക് സൗത്ത് ആഫ്രിക്ക ബേസ്ഡ് ഓൺ ഈക്വാലിറ്റി. അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു ആക്ടിവേഷൻ, അതോടുകൂടിയിട്ട് അവിടെ ഒരു ഡെമോക്രസി റിലേറ്റ് ചെയ്യുന്ന, ഡെമോക്രസി നമുക്കറിയാലോ ഇപ്പം നമ്മളുടെ ഇവിടെയൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റം പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സിൻ്റെ സാന്നിധ്യമുണ്ട്. അതേപോലെ തന്നെ അവിടെയും വരാൻ പോകുകയാണ്, ഒരു ഈക്വാലിറ്റി ബേസ്ഡ് റൂളിലേക്ക് വരാൻ പോകുകയാണ് എന്ന രീതിയിലൊരു പോയിൻ്റാണ് അടുത്തതായിട്ട് പാർലമെൻറ്റിൽ പറയുന്നത്. സോ ഫോർ മണ്ടേല ആൻഡ് മില്യൺസ് ഓഫ് സൗത്ത് ആഫ്രിക്കൻസ് ദിസ് വാസ് എ ടേണിംഗ് പോയിന്റ്. അപ്പോൾ ഈ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് മണ്ടേല ഉൾപ്പെടെയുള്ള മില്യൺസ് ഓഫ് സൗത്ത് ആഫ്രിക്കൻസിന് ഒരു പ്രതീക്ഷയായിരുന്നു. ദ സ്ട്രഗിൾ ഹാഡ് ബീൻ ലോങ്, ഫിൽഡ് വിത്ത് ബ്ലഡ് ഷെഡ്, ഇംപ്രിസൺമെൻറ്റ് ആൻഡ് സഫറിങ്. അപ്പോൾ അവർ ഈ അപ്പാർത്തൈഡ് സിസ്റ്റത്തിനെതിരെ നടത്തിയ ഒരു സ്ട്രഗിളിലേക്ക് ബാക്കിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ വളരെയധികം കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. അവർ ബ്ലഡ് ഷെഡ്സ്, അതായത് ചോര കണ്ടു, അതേപോലെ ജയിലിലകപ്പെട്ടു, ഒരുപാട് സഫർ ചെയ്തു. അപ്പോൾ അതിനൊക്കെ ഒരു അവസാനം വരാൻ പോകുകയാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ്. യെറ്റ് വിത്ത് ദിസ് അനൗൺസ്മെൻറ്റ്, അപ്പോൾ ഈ ഒരു ഡി ക്ലാർക്കിൻ്റെ അനൗൺസ്മെൻറ്റോട് കൂടിയിട്ട് ദ ഫ്യൂച്ചർ സഡൻലി ലുക്ക് ഡിഫറെൻറ്റ്. അപ്പോൾ അതുവരെ അവർക്ക് ഭാവി എന്ന് പറയുന്നത് എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അനൗൺസ്മെൻറ്റിനോട് കൂടി ഇവർക്കൊരു ഫ്യൂച്ചർ അവർ മുന്നിൽ കണ്ടു. സൗത്ത് ആഫ്രിക്ക ഡെമോക്രസിയുടെ വഴിയിലേക്ക് പോകുകയാണ് എന്ന ഒരു ഫ്യൂച്ചർ, ആ ഒരു ഡ്രീം അവർ അച്ചീവ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്നൊരു സന്തോഷം അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഓക്കെ. ഓൺ February 9, 1990, several days after Clark's historic speech, Nelson Mandela was informed that he was being taken once again to Tuynhuys, the presidential office in Cape Town. അപ്പോൾ ഈ പറയുന്ന ട്യൂൻഹൂയിസ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ പ്ലേസ് എന്ന് പറയുന്നത് അവിടെ പ്രസിഡൻറ്റിൻ്റെ ഒഫീഷ്യൽ ഓഫീസാണ്. കേപ്പ് ടൗണിലാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അവിടെയാണ് ഈ ഡി ക്ലർക്ക്, അതേപോലെ മുമ്പുണ്ടായിരുന്ന പ്രസിഡൻറ്റ്, അവരുടെയൊക്കെ ഒരു ഒഫീഷ്യൽ ഓഫീസ് അവിടെയാണ്. അപ്പോൾ ഈ ഒരു പ്രസിഡൻറ്റിൻ്റെ ഈ ഒരു അനൗൺസ്മെൻറ്റ് വളരെയധികം പോസിറ്റീവ് നോട്ടാണ് ഇവർക്ക് കൊടുത്തത്. എന്നാലും അവർ ഭയങ്കര ശ്രദ്ധാലുക്കളായിരുന്നു. കാരണം അതുവരെ അപ്പാർത്തൈഡിനെ സപ്പോർട്ട് ചെയ്തൊരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സൈഡിൽ ഡി ക്ലർക്കിൻ്റെ ഈ ഒരു പ്രഖ്യാപനം വന്നതോട് കൂടിയിട്ട് ഡി ക്ലർക്കിനോടുള്ള ബഹുമാനം കൂടുന്നു. ബട്ട് ദേ റിമെയിൻഡ് വെരി കോഷ്യസ് എന്നുള്ള രീതിയിൽ പറയുന്നു. ഓക്കെ, അപ്പോൾ അവർക്കൊരു ഗവൺമെൻറ് ആ ഒരു പെർട്ടിക്കുലർ ടൈമിലെ ഗവൺമെൻറ്റിനോടൊരു സ്കെപ്റ്റിക്കലായിട്ടുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. എന്നാലും അവർ അറ്റ് ലാസ്റ്റ് ഈ ഒരു തീരുമാനം എടുത്തതിൽ അത്യധികം സന്തോഷവും ഉണ്ട്. ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹിസ് റിലീസ് വാസ് നോട്ട് ജസ്റ്റ് ഹിസ് പേഴ്സണൽ ഫ്രീഡം. അത് നെൽസൺ മണ്ടേല എന്ന ഒരാളുടെ റിലീസല്ല, പക്ഷേ അത് ഹോൾ ബ്ലാക്ക് സൗത്ത് ആഫ്രിക്കൻസ് അവർക്കുള്ള ഒരു മെറിറ്റ് കൂടിയാണ് നെൽസൺ മണ്ടേലയുടെ റിലീസ് എന്നത്. Okay, when de Klerk delivered the news, he expected Mandela to react with joy and gratitude. However, Mandela surprised him by responding in a calm and a measured manner rather than showing immediate excitement. അപ്പം ഡി ക്ലർക്ക് പ്രതീക്ഷിച്ചത് ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം കിട്ടുന്നതിൻ്റെ സന്തോഷം നെൽസൺ മണ്ടേലയുടെ മുഖത്തുണ്ടാവും. പക്ഷേ അത് നേരെ മറിച്ച് നെൽസൺ മണ്ടേല എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം കാമായിട്ട് ഒരു കോഷ്യസ് മാനർ, അതായത് എന്തായിരിക്കാം ഗവൺമെൻറ് ഇങ്ങനെ പ്രഖ്യാപിച്ചത് എന്നുള്ളൊരു ഇതും ആ സമയത്ത് ഉണ്ടായേക്കാം. അതുകൊണ്ടാകാം ഒരു കാംഡ് മാനറിലാണ് റെസ്പോണ്ട് ചെയ്തത്. ഇൻസ്റ്റെഡ് ഓഫ് സെലിബ്രേറ്റിംഗ്, മണ്ടേല ഡിഡ് സംതിങ് അൺഎക്സ്പെക്റ്റഡ്. അപ്പോൾ അവിടെ ഒരു സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല നെൽസൺ മണ്ടേല നടത്തിയത് എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ നെൽസൺ മണ്ടേല മറുപടിയായിട്ട് ചോദിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിങ് ആൻഡ് ദ മാനർ ഓഫ് റിലീസ്. എപ്പോഴാണ് എന്നെ റിലീസ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് എന്നെ റിലീസ് ചെയ്യുന്നത്, എവിടെയാണ് റിലീസ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ചോദിച്ചത്. അപ്പം ക്ലർക്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് പ്ലാൻഡ് ടു ഫ്ലൈ മണ്ടേല ടു ജോഹന്നാസ്ബർഗ് ഫോർ പബ്ലിക് റിലീസ്. അപ്പോൾ ഈ ഒരു കേപ്പ് ടൗണിൽ റിലീസിങ് ഇല്ല, ഇവിടെ വെച്ചിട്ട് നിങ്ങളെ പുറത്ത് വിടില്ല, പക്ഷേ നിങ്ങളെ പ്രൈവറ്റായിട്ട് എങ്ങോട്ട് കൊണ്ടുപോകും, ജോഹന്നാസ്ബർഗിലേക്ക് കൊണ്ടുപോകും, അവിടെയാണ് നിങ്ങളെ പുറത്ത് ഇറക്കുക, അവിടെയാണ് റിലീസ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേപ്പ് ടൗണിൽ ഈ ഒരു അതായത് എവിടെ നിന്നാണോ ജയിലിലേക്ക് വന്നത് അവിടെ തന്നെ റിലീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഭയങ്കര അൺട്രസ്റ്റ് ഉണ്ടാവും, ഒത്തിരി ആൾക്കാർ കൂടും, അവർ ജയ് വിളിക്കും.
അത് മേ ബി പിന്നെ അതേപോലെ തന്നെ അവിടെ ഒത്തിരി അൺറസ്റ്റ്, ഡിസ്റ്റർബൻസസ്, മേ ബി മൈനർ സ്ട്രഗിൾസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം എക്സ്പെക്റ്റ് ചെയ്യാം. അത് ഒഴിവാക്കാനാണ് ഇവർ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, കേപ്പ് ടൗണിൽ വിടാതെ ജോഹന്നാസ്ബർഗിൽ റിലീസ് ചെയ്യാൻ ഒരു പ്ലാൻ ആദ്യം തീരുമാനിച്ചത്. ഓക്കെ, അപ്പം മണ്ടേലാസ് റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അത് കേട്ടപ്പം നെൽസൺ മണ്ടേലയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, ഈ ഒരു പ്ലാൻ റിജക്റ്റ് ചെയ്യാണ്. അപ്പം നെൽസൺ മണ്ടേല അവിടെ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്താണ്, ഞാനിപ്പോൾ വന്ന കയറി വിക്ടർ വെസ്റ്റർ പ്രിസണിലാണുള്ളത്, കേപ്പ് ടൗൺ, അവിടെ തന്നെ എന്നെ റിലീസ് ചെയ്യണം. ഇവിടെയാണ് എൻ്റെ ഇംപ്രിസൺമെൻ്റ് ഒക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നെയാണ് എനിക്ക് തിരിച്ചിറങ്ങേണ്ടത്, ജോഹന്നാസ്ബർഗിലല്ല. അതായത് എനിക്ക് ആൾക്കാരെയൊക്കെ കാണുന്ന രീതിയിൽ തന്നെ ഇറങ്ങണം എന്ന രീതിയിൽ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആദ്യം ഡി ക്ലർക്ക് ഇങ്ങനെ എതിർക്കുന്നുണ്ട്, അതായത് അവിടെ ഇറങ്ങണം, ഈ ലാസ്റ്റ് മിനിറ്റിൽ പ്ലാൻ മാറ്റാനായിട്ട് പറ്റില്ല, കുറേ കാര്യം അങ്ങനെ പറഞ്ഞു നോക്കിയെങ്കിലും നെൽസൺ മണ്ടേല തയ്യാറാകുന്നില്ല. അപ്പോൾ പറയുകയാണ്, എനിക്ക് ഇവിടെ തന്നെയാണ്, എന്നെ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ തന്നെ വേണം റിലീസ് ചെയ്യാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സൗത്ത് ആഫ്രിക്കൻസിന് വളരെയധികം ഒരു ഇൻസ്പിറേഷനാണ് ഞാൻ തിരിച്ചിവിടെ തന്നെ ഇറങ്ങുന്നത്. ഞാൻ ജയിലിൽ നിന്നും അതായത് ബൈ വാക്ക് പുറത്തേക്ക് ഇറങ്ങുന്നത് ആണ് എല്ലാവർക്കും താല്പര്യം. അല്ലാതെ ഞാൻ അങ്ങോട്ട് ഫ്ലൈറ്റിന് പോയി വേറൊരു പ്ലേസിൽ ചെന്ന് ഇറങ്ങുന്നതിനെക്കാട്ടും ആൾക്കാർക്ക് ഇഷ്ടവും ഇൻസ്പിറേഷനും ഞാൻ കാൽനടയായിട്ട് തന്നെ വരുന്നതാണ് എന്ന രീതിയിൽ. അത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാരുടെ ഒരു വിക്ടറി കൂടിയാണ്, എൻ്റെ മാത്രമല്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ നെൽസൺ മണ്ടേല പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ഡി ക്ലർക്ക് സമ്മതിക്കുകയാണ്. നെൽസൺ മണ്ടേലൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഫെബ്രുവരി 11, 1990 നെൽസൺ മണ്ടേല എവിടെയാണ്, വിക്ടർ വെസ്റ്റർ പ്രിസണിൽ നിന്നും പുറത്തിറങ്ങുന്നു. ആരുടെ കൂടെ? വിന്നി മണ്ടേല ആദ്യം ആൻറ്റി അപ്പാർത്തൈഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു, അതിനുശേഷം സെക്കൻഡ് വൈഫ് ഓഫ് നെൽസൺ മണ്ടേല ആയി മാറി. ഓക്കെ, അപ്പോൾ അവരുടെ കൂടെ 27 വർഷത്തിന് ശേഷം ജയിലിൽ നിന്ന് വിട്ടിറങ്ങുകയാണ്. അങ്ങനെ ഒരു ന്യൂ എറ ഓഫ് സൗത്ത് ആഫ്രിക്ക അവിടെ ജനിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ പർട്ടിക്കുലർ സെക്ഷനിൽ ഉള്ളത്.